ഒരു സമയത്ത് ഒരാൾ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാവുള്ളൂ. മാക്സിമം സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്കൊരു തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പരിപാടിക്ക് ഖിർഅത്ത് ഓതിയ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ മുഹമ്മദ് റബീഹിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായ പ്രിയപ്പെട്ട പ്രസിഡന്റ് നൗഷാദ് പെരുന്തല്ലൂരിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൻ കാക്കിയ KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ്, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സലീം സൂചിപ്പിച്ച പോലെ തന്നെ മാതാപിതാക്കളാണ് അതിൻ്റെ ഏത് രൂപത്തിൽ നമ്മളെ മക്കളെ വലുതാക്കണം, അവരുടെ വളർച്ച ഏതൊക്കെ അറ്റം വരെ നമുക്ക് ഉയർത്താൻ കഴിയുമെന്നൊക്കെ തീരുമാനിക്കണം. മറിയം ജുമാനയുടെ ജീവിത സാഹചര്യം നമുക്കറിയാം. ഉമർ ഫൈസിയെ പോലുള്ള ഒരു പണ്ഡിതന്റെ മകള്, സാധാരണ ഒരു കുടുംബിനിയായിട്ടുള്ള ഉമ്മയുടെ മോള്, ഇങ്ങനെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ മറിയം ജുമാന പരിശുദ്ധ മക്കയിൽ വരാനുണ്ടായ സാഹചര്യമൊക്കെ നമുക്കറിയാം. സൗദി KMCC നാട്ടിലെ ഒരു സ്വീകരണ പരിപാടി നടത്തിയപ്പോൾ ഇവരുടെ സാഹചര്യങ്ങളും ഇവരുടെ ഉമ്മയുടെയും വാപ്പയുടെയും ഒക്കെ സംസാരങ്ങൾ കേട്ടപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു മുന്നൊരുക്കില്ലാതെ വേദിയിൽ വെച്ചിട്ട് ഇതെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വെച്ചത്. നമുക്ക് തോന്നി അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അങ്ങനെ ഉമർ ഫൈസിയെ പോലുള്ള ഒരു പണ്ഡിതനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ അവര് വലിയൊരു അനുഗ്രഹം പഠിച്ച തമ്പുരാൻ തന്നപ്പോൾ ആ അനുഗ്രഹത്തിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം പരിശുദ്ധ കഅബയിൽ എത്തിയിട്ട് അവിടെ വെച്ച് തവാഫ് ചെയ്യുക, ഉംറ ചെയ്യുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതിനൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഏറ്റവും നല്ല തോന്നിയപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവർ ചെയ്ത ഉംറ സ്വീകരിക്കുമാറാകണം. നമ്മൾ ചെയ്ത ആ സേവനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകണം. അതിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ആ സഹായങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകണം. നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്ന നമ്മളെ മക്കളെയൊക്കെ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവരെ നോവിക്കാതിരിക്കുക, കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കാതിരിക്കുക. പരമാവധി അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്ത് അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുക. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 14 മണിക്കൂറല്ല, നമ്മൾ 11 മണിക്കൂർ 15 മിനിറ്റ് 200 മണിക്കൂർ ഓടിച്ചെങ്കിൽ എന്താവുള്ളൂ, ഒരു പൈലറ്റ് ആയിട്ടുള്ള അംഗീകാരങ്ങൾ അത് കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവണം, നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവണം, പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. നമുക്കും ഇതുപോലൊരു പരിപാടിയിൽ ജുമാൻ എത്തിയത് അവരുടെ വീഡിയോ കാണാനുണ്ടായിരുന്നു. ഉപ്പയും ഉമ്മയും ആദ്യമായിട്ട് വരുന്നത് മകള് കാരണത്താലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ എന്ത് അഭിമാനം, വേറെ എന്ത് അഭിമാനം അവർക്കുള്ളത്. ഏറ്റവും നല്ലൊരു കല്യാണം വിളിച്ചത് നമ്മുടെ പരിപാടിക്ക് കുറഞ്ഞ രീതിയിൽ കണ്ട ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സീനിയർ നേതാവ് നിസാർ എംബസി സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ പൈലറ്റ് ആവാൻ ഏത് സബ്ജക്റ്റ് എടുക്കുക 10th കഴിഞ്ഞാൽ? ഈ ഒരു പൈലറ്റ് എന്നുള്ള ആഗ്രഹം എനിക്കിരുന്നു. 10th നിന്നാണ് ഈ ഒരു ആഗ്രഹം തുടങ്ങിയത്. +1 +2 എത്തിയപ്പോഴും ഏതൊക്കെ സബ്ജക്ട്സ് പേരൊന്നും എനിക്കറിയില്ല, എത്ര സബ്ജക്ട്സ് ആണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇതിൻ്റെ സ്റ്റെപ്സുകൾ അറിയാം. എങ്ങനെ, എത്ര പൈസ വേണം, ഇതെന്തൊക്കെ ചെയ്യുക, സ്റ്റെപ്സ് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെ പഠിക്കാനുള്ളതൊന്നും ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. ഇങ്ങനെ എത്തിപ്പെടാം, അത് മാത്രം സെർച്ച് ചെയ്തു. അപ്പോൾ ഈ ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എനിക്കിപ്പോഴും V1 V2 അറിയണമെങ്കിൽ V1 എന്ന് പറയുന്നത് V1 V2 സ്പീഡ്സ് ആണ്. അതായത് V1 എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സ്പെസിഫിക് സ്പീഡ്സ് ഉണ്ട്. ഇപ്പോൾ V1 വരുമ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഒരു സ്റ്റിക്ക് ഉണ്ട്, അത് അറിയാമോ? നമ്മളെ കോക്പിറ്റിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് ഇങ്ങനെയുള്ള ബോയിങ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരും. എയർബസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റിക്ക് വരും, ഒരു വടി പോലത്തെ. അതാണ് കൺട്രോൾ കോളം എന്ന് പറയും. അതിങ്ങനെ വലിക്കലാണ്. അത് വലിച്ചാലാണ് ഇതിങ്ങനെ നോട്ട്സ് ഇങ്ങനെ പൊങ്ങുക. അപ്പോൾ V1 വരുമ്പം റൊട്ടേറ്റിങ്ങിനാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്പീഡ്സ് ഉണ്ട്. V1 V2 മാത്രമല്ല, കുറേ ഉണ്ട്. അത് നമുക്ക് അപ്പം പഠിക്കാം. Okay.
ഓക്കെ, നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ഈ പ്ലെയിനിനകത്തൊക്കെ കുറെ ബട്ടൺസ് ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ ഓർത്ത് വെക്കുന്നത്. ഫ്ലൈറ്റിനകത്ത് നിറയെ ബട്ടൺസ് ഉണ്ട്, അപ്പം അതൊക്കെ എങ്ങനെയാണ് ഓർത്തു വെക്കുക? മൈക്ക് അടുത്ത് പിടിച്ചിട്ട് ധൈര്യമായിട്ട് സംസാരിക്കും. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇറങ്ങി പിന്നെ RTR എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് പൈലറ്റിനെ നിങ്ങൾ പല പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പൈലറ്റ്സ് ATCനോടായിട്ട് സംസാരിക്കുന്നത് നല്ല മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവണ്ടോ? മനസ്സിലാവണ്ടേ? അത് കുറവാണ്, എനിക്കും എല്ലാം മനസ്സിലായിട്ടൊന്നുമില്ല. അതായത് അവര് സംസാരിക്കാൻ എങ്ങനെ